നമ്മളിനി വയനാട്ടിലേക്ക് പോവുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. മഴയും കനത്ത കോടമഞ്ഞുമാണ് തെരച്ചിൽ നേരത്തെ അവസാനിപ്പിക്കാൻ കാരണമായത്. ദുരന്ത ഭൂമിയിൽ NDRF-ഉം ഫയർഫോഴ്സും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആയിരുന്നു ചാലിയാറിൽ തെരച്ചിൽ നടത്തിയത്. ഇനി 128 പേരെയാണ് കണ്ടെത്താനുള്ളത്. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, മഴയും കോടമഞ്ഞും ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ തെരച്ചിൽ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഒപ്പം ക്യാമ്പുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്? വിനീത, രാവിലെ മുതൽ തന്നെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. കാരണം കനത്ത കോടമഞ്ഞ് രാവിലെ മുതലേ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴ കൂടി തുടങ്ങി. അങ്ങനെ പരസ്പരം അടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും കാണാത്ത രീതിയിലുള്ള മഞ്ഞ് വന്ന സമയത്താണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. തെരച്ചിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലുള്ള തെരച്ചിലില്ല. കാരണം കുറച്ച്, അതായത് 100-ൽ താഴെ അംഗങ്ങൾ മാത്രം NDRF-ന്റെ ഫയർഫോഴ്സിൻ്റെ അംഗങ്ങളാണ് ഇന്ന് പ്രധാനമായും ദുരന്ത മേഖലയിൽ തെരച്ചിലിന് ഇറങ്ങിയത്. പക്ഷേ വിലപിടിപ്പുള്ള രേഖകളോ പണമോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മൃതശരീര ഭാഗങ്ങളൊന്നും തന്നെ ഇവിടെ നിന്ന് കണ്ടെത്താനും സാധിച്ചില്ല. സമാനമായ രീതിയിൽ ചാലിയാറിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ അവിടെ നിന്നും ശരീരഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ വാടക വീടുകളിലേക്ക് മാറിയ ദുരന്തബാധിതർ അവരുടെ വീടുകളിൽ, ഈ ദുരന്തഭൂമിയിലെ വീടുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാനൊക്കെ തന്നെയായിട്ട് ചില കുടുംബങ്ങൾ അവിടെ വന്നു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ രീതിയിലുള്ള തെരച്ചിലൊക്കെ തന്നെ നടന്നിരുന്നു. ഇനി ദുരന്തബാധിതരോ അല്ലെങ്കിൽ നാട്ടുകാരോ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് തെരച്ചിൽ നടത്താമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി 5 മണ്ണുമാന്തി യന്ത്രങ്ങൾ ചൂരൽമലയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുണ്ടായിരുന്ന 83 മണ്ണുമാന്തി യന്ത്രം വന്നു. അതിൽ 5 ഒഴികെ ബാക്കിയൊക്കെ തന്നെ അതാത് സ്ഥലങ്ങളിലേക്ക് മടക്കി അയക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് 19-ാം ദിവസമാണ് ചൂരൽമല അങ്ങാടിയിലെ കടകളൊക്കെ തന്നെ ഇന്ന് വൃത്തിയാക്കാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകർ എത്തിയത്. ഓരോ കടയുടമയും വ്യാപാരിയും സന്നദ്ധ പ്രവർത്തകരെ കൂട്ടി കടകളൊക്കെ തന്നെ വൃത്തിയാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കടകളൊക്കെ തന്നെ വലിയ നാശനഷ്ടമൊക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം, 10,000 രൂപ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അത് 617 ആളുകൾക്ക് സർക്കാർ നൽകിയെന്ന് പറയുന്നു. ഈ വാടക വീടുകളിലേക്ക് ആളുകളെ മാറ്റുന്ന നടപടി ഈ മാസം പൂർത്തിയാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എത്ര വീട്ടുകാരെ വാടക വീട്ടിലേക്ക് മാറ്റി എന്നൊരു കൃത്യമായ കണക്ക് നൽകാൻ ജില്ലാ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടുമില്ല. വിനീത, ശരിയാണ്. സിനോജ് തോമസ് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും. അവിടെ മഴയും കോടമഞ്ഞും ശക്തമായതോടെയാണ് ഇപ്പോൾ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. താൽക്കാലിക പുനരധിവാസം ഒരുക്കാനുള്ള നടപടികൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണെന്ന് പറയുമ്പോഴും അതിൻ്റെ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ്. സിനോജ് തോമസ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയിരുന്നു.